അതീവ ഗുരുതരമായി പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ അഗ്നിബാധ. തീപിടുത്തമുണ്ടായി 5 മണിക്കൂർ ആയിട്ടും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി 9 മണിയോടെ JCB കൊണ്ടുവന്ന് ചില്ല് പൊട്ടിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെയും സമീപ ജില്ലകളിൽ നിന്നുള്ള അഗ്നിശമന സേന യൂണിറ്റുകളും കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്രാഷ് ടെൻഡറും ശ്രമിച്ചിട്ടും തീ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അണയ്ക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ സ്ഥലത്തിലേക്ക് പടരുന്നതിനാൽ സ്ഥിതി ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നിലവിൽ ക്രാഷ് ടെൻഡർ അടക്കം ഫയർ എഞ്ചിൻ 5 യൂണിറ്റുകളാണ് തീ അണയ്ക്കാനായി എത്തിച്ചിട്ടുള്ളത്. ആളുകളുടെ പരിസരത്തേക്ക് ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനുമായി സമീപത്തെ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി നിർത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ തീപിടുത്തമുണ്ടായ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അഗ്നിശമന സേനയും മറ്റ് അധികൃതരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പോലീസ് അനൗൺസ്മെന്റും നടത്തുന്നുണ്ട്. എന്നാൽ അതിൽ ഫലമൊന്നുമില്ല. ആളുകൾ രാത്രിയും പ്രദേശത്ത് വൻതോതിൽ തങ്ങി നിൽക്കുകയാണ്. ഇത് കാരണം അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തീ നിയന്ത്രിക്കുന്നതിന് പ്രതിസന്ധിയായി നിന്ന തകര ഷീറ്റുകളും മറ്റും JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി വെള്ളം ശക്തിയായി അടിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 4:50 തീപിടുത്തം ഉണ്ടായി എന്ന വിവരം ഫയർഫോഴ്സിലെത്തിയത്. തൊട്ടടുത്തുള്ള കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ ആവശ്യത്തിന് ഫയർ എഞ്ചിൻ ഇല്ലാതിരുന്നത് ആദ്യഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് തടസ്സമുണ്ടാക്കി. ഒരു യൂണിറ്റ് മാത്രമാണ് കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരുന്നത്. എങ്കിലും കെട്ടിടത്തിന്റെ അരികുകൾ കേന്ദ്രീകരിച്ച് വെള്ളം ഒഴിച്ചത് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാൻ സഹായിച്ചു. സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകളോട് എത്താനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. തകര ഷീറ്റുകളും ഫ്ലെക്സ് ബോർഡുകളും ഉണ്ടായിരുന്നതുകൊണ്ട് കെട്ടിടത്തിന് ഉള്ളിലേക്ക് വെള്ളം അടിച്ച് കയറ്റാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ഒരു വശത്തു നിന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തേക്ക് ആളിപ്പടരുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമായിരുന്നില്ല. കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് JCB കൊണ്ടുവന്ന് തകര ഷീറ്റുകൾ പൊളിച്ചത്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മിതികൾ അധികൃതരുടെ കൺമുന്നിലുണ്ടായിട്ടും അത് തടയാനോ മാറ്റാനോ ശ്രമിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പൊളിച്ചുമാറ്റിയ ഭാഗത്തുകൂടി ഉള്ളിൽ കടന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീ ഇനിയും അണച്ചില്ലെങ്കിൽ കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയാകുമെന്ന ഭയമുണ്ട്. അതേസമയം ബസ് സ്റ്റാൻഡിൽ കൂട്ടം കൂടി നിന്നവരെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തീ അണയ്ക്കാനാകാതെ വന്നതോടെ സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ വിളിച്ചിട്ടുണ്ട്. ആ